രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിർക്കും, മുഹ്യദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൗഹീദുമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ലോകത്ത് ഭൂരിപക്ഷമുള്ള ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കോ അതോ തൗഹീദോ എന്ന് അറിയണമെന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ അമ്മാ ബഅദ്. നേരത്തെ പറഞ്ഞ മറുപടിയുടെ ഉപചോദ്യമെന്ന രൂപത്തിലാണ് ചോദ്യം. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അത് ശിർക്കാണെന്ന് പറഞ്ഞു. മുഹയ്യദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് സഹായമർത്ഥിക്കുകയാണെങ്കിൽ അത് തൗഹീദാണെന്നും പറഞ്ഞു. ഇത് രണ്ടിനും പറയാത്തൊരു ഉദാഹരണമാണല്ലോ ഈസാ നബിയെ സഹായിക്കണമേ എന്ന അപേക്ഷ. ഇതിനെ കുറിച്ച് എന്തു പറയുന്നു എന്നാണ് ചോദ്യം. മുസ്ലിമീങ്ങൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന വിശ്വാസത്തോടെ ഈസാ നബിയെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണെങ്കിൽ യാതൊരു തകരാറുമില്ല. അത് തനിച്ച തൗഹീദ് തന്നെയാണ്. അതേ അവസരത്തിൽ ഈസാ നബി എന്നത് കേവലം ഒരു പ്രവാചകനല്ല, അത് ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്ന അർത്ഥന അല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ അത് തൗഹീദല്ല, അത് തൗഹീദിന് വിരുദ്ധവുമാണ്. മുസ്ലിമീങ്ങൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുന്നത്, സഹായം തേടുന്നത് അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ് എന്ന അർത്ഥത്തിലായതുകൊണ്ട് അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് മുഅ്ജിസത്ത് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ആയതുകൊണ്ട് അത് തനിച്ച തൗഹീദ് തന്നെയാകുന്നു. അതായത് ഒന്ന് ദൈവപുത്രനാന്നുള്ള വീക്ഷണമാണ്, ഒന്ന് പ്രവാചകനാന്നുള്ള വീക്ഷണമാണ്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ഉപ്പയുടെ ഉദ്ദേശം കൂടാതെ തന്നെ മകനിക്ക് സ്വന്തം കാര്യങ്ങൾ സ്വതന്ത്രമായി ചെയ്യാൻ കഴിയും എന്ന ഒരു ആശയം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രവാചകനാണെന്ന് പറയുമ്പോൾ ആ പ്രവാചകന് മുഅ്ജിസത്തുണ്ട്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തോടുകൂടെ നടക്കുന്ന മുഅ്ജിസത്ത് എന്ന വീക്ഷണമാണുള്ളത്. അപ്പോൾ കഅബത്തെ തവാഫ് ചെയ്യുന്നതും അമ്പലത്തെ പ്രദക്ഷിണം ചെയ്യുന്നതും തമ്മിലുള്ള വീക്ഷണ വ്യത്യാസം ക്രിസ്ത്യാനികൾ കർത്താവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴും മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരായ ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മുസ്ലിങ്ങൾ പ്രവാചകനാണ്, മുഅ്ജിസത്തുള്ള ആളാണ് എന്ന വീക്ഷണ പ്രകാരമാണ്. ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല, ദൈവപുത്രനാണ്, അള്ളാഹുവിന്റെ ഇൽമു എന്ന സിഫത്ത് യേശുവിൽ അവതരിച്ചിട്ടുണ്ട്, അറിവ് എന്ന ഗുണം യേശുവിൽ അവതരിച്ചിട്ടുണ്ട് എന്ന വിശ്വാസ പ്രകാരമാണ്. അപ്പോൾ അവതാര വിശ്വാസമായി പോയി അത്. അപ്പോൾ അവരുടെ ആ പദം ശിർക്കും, മുസ്ലിങ്ങളുടെ ഈ പദം തൗഹീദുമാണ്. വീക്ഷണ വ്യത്യാസമാണ് കാരണം. ഏതുപോലെ അമ്പലത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നതും കഅബത്തിനെ തവാഫ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം വീക്ഷണ വ്യത്യാസമായതുപോലെ ഒരു വീക്ഷണം കൊണ്ട് അത് തൗഹീദാകും, മറ്റൊരു വീക്ഷണം കൊണ്ട് അത് ശിർക്കും ആകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.